ഹായ് ഹലോ, നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇഷാ യോഗയിലാട്ടോ, കോയമ്പത്തൂർ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ഉണ്ട്, അവരൊക്കെ അപ്പുറമാണ്. അപ്പോൾ അവരൊന്നും ചേർത്ത് വീഡിയോ എടുക്കുന്നില്ല. അപ്പം ഞാൻ മാത്രമായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ അങ്ങോട്ട് ഉള്ളിലേക്ക് മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടേക്കൊക്കെ പോയി, പക്ഷെ അവിടെ നിന്ന് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ശിവൻ്റെ ആ വലിയ പ്രതിമല്ലേ അവിടെയാണ് നിൽക്കുന്നത് കേട്ടോ. നല്ല വിശാലമായ മൈതാനത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ പറ്റണമൊക്കെ വീഡിയോ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. നമ്മളിപ്പോൾ ബസ്സിനാണെങ്കിലും വാഹനത്തിലാണെങ്കിലും ഒക്കെ വന്ന് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കുറേ കാളവണ്ടികളുണ്ട് കേട്ടോ. ഇവിടെ ഓരോ കാളവണ്ടിക്കും ടിക്കറ്റാണ്, 10 രൂപ ടിക്കറ്റാണ്. അപ്പോൾ ഓരോന്നിന്ന് ഇറങ്ങുമ്പോൾ അവർ പിന്നെ അടുത്ത ട്രിപ്പ് കൊണ്ടുപോകും. അങ്ങനെയാണ് ഇവിടെ. അവിടെ നിന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ഇവിടുത്തെ വീഡിയോ മാത്രം ഞാൻ ഒന്ന് കാണിക്കാം കേട്ടോ. നമ്മളവിടെ വീട്ടിൽ വെറുതെ ഇരിക്കണം കാരണം കുറച്ച് നേരത്തെ ഇങ്ങോട്ട് എത്തി. അത്ര നേരത്തെ ഒന്നും എത്തണ്ടായിരുന്നു. അതുകൊണ്ട് ആ മെഡിറ്റേഷൻ സെൻറ്ററിൽ തന്നെ ഇരുന്നിട്ട് സമയം കുറേ പോയി. സമയം നീക്കി തന്നെ വേണം പറയാൻ. അപ്പം അത്ര നേരത്തെ ഒന്നും ഇവിടെ വരണ്ട, വൈകുന്നേരമാണ് ഇവിടെ വരേണ്ടത്. ഉച്ചയ്ക്ക് പക്ഷേ ആ ഭാഗത്തേക്ക് ചൂടൊന്നുമില്ല കേട്ടോ. അതായത് ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ നല്ല ചൂടായിരുന്നു. ആ മെഡിറ്റേഷൻ സെൻറ്ററിൻ്റെ അവിടെ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. പിന്നെ വൈകുന്നേരം ലേറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ കാണിക്കാം കേട്ടോ. വൈകുന്നേരം ഇപ്പം നല്ല തിരക്കാണ് കേട്ടോ. അവിടെ എല്ലാ സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നു, പ്രത്യേകിച്ചും പാലക്കാട്. അവിടെ നിന്ന് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ വരാറുണ്ട്. Now to show support for Steve Soy, you can hold this placards and you can come forward in the stage area. We'll be doing a very small stage for dance together. We'll be teaching you very simple dance steps. We'll be doing it together with music, alright? So those who wish to show support for Steve Soy, you can hold it. And you can hold this placards, you can come forward in the stage area. ഞാനിവിടെ സ്റ്റെപ്പിൽ വന്നിരുന്നത് ശിവൻ്റെ മുന്നിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞ് നല്ല തിരക്കാണ്. അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ കാണാം കേട്ടോ. ശിവൻ്റെ ആ വലിയ പ്രതിമയ്ക്ക് മുന്നിലുള്ള ഒരു കാഴ്ച കേട്ടോ ഇത്. എന്താ ഏതാണെന്നൊന്നും ചോദിക്കരുത്, അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. കാഴ്ചകളൊക്കെ തന്നെ കാണിച്ചു തരാം, ഇവിടുത്തെ വ്യൂസും ഒക്കെ കാണിച്ചു തരാം. ഇതിൽ ഗപ്പി ഉണ്ട്. ഇതാ ഈ അമ്പലക്കുളത്തിൽ ഗപ്പി ഉണ്ട് കേട്ടോ.
இந்த 3D காட்சியின் சிறந்த ஒளி அனுபவத்தை பெறுவதற்கு புல்தரையில் அமர்வதை தவிர்க்கவும். சில நிமிடங்களே நடக்க இருக்கும் இந்த நிகழ்வினை அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம். நிகழ்ச்சியின் போது உங்கள் செல்போன் டார்ச் லைட்டுகளை உபயோகிப்பதை தவிர்க்கவும். Avoid using your mobile phone torch lights during the show. நிகழ்வின் போது நிற்க வேண்டாம். அனைவரும் அமர்ந்து ரசிக்குமாறு கேட்டுக்கொள்கிறோம். நிகழ்ச்சியின் போது செல்போன் டார்ச் லைட்டுகளை உபயோகிக்க வேண்டாம். Over 15,000 years ago, a being appeared in the upper regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular when his ecstasy allowed him some movement, he danced wildly. When intensity peaked, he became utterly still. People saw that he was experiencing dimensions or able to fathom.
His ecstasy and intensity allowed him to transcend his physical form. Witnessing an individual human in union with the cosmos, they called him a yogi, as he was the first one, the Adi Yogi. Lasted for years on end. Curious onlookers melted away. Only 7 seekers remained, as they could not tear themselves away from him. Transmitted the profound science of yoga in its full depth and dimension. He expounded 112 methods of attaining his disciples access to the deepest innards of creation. State of yoga, many mysteries of the created and the uncreated cascaded upon his unbridled wild hair. It was a vision of the very core of the cosmos in all its profundity and magnificence, a vision of the unfathomable mysteries of the universe, a most overwhelming vision the sages and Devi Parvati had ever witnessed.
states, said, I want to have what you have. Show me the way. Adiyogi absorbed her and made her a part of himself, and hence he is the Ardhanari, the ideal man, where one half of him is woman. Of this magnificent union, Nanas, his constant companions, asked, what about us? Adiyogi said, just drink of me, which drove them into seven sages, the Saptarishis, took the sacred science of yoga in all its forms to human habitations across the planet, which turned into crucibles of civilization. Spectacular being is not of the past, but the future of humanity. To move humanity from hallucinations of ups and downs to nameless ecstasies of one's interiority. Mahadevaya Namaha.
Shambho Shambho Namaskaram. We are glad to announce that culture. ஆதியோகி வளாகம் திறந்திருக்கும் அனைத்து நாட்களிலும் நடைபெறும். Namaskaram. Those of you who have not visited Dhyanalingam can visit now. Dhyanalingam will remain. അപ്പോൾ ഇതൊക്കെയാണ് ഈശായോഗത്തെ വിശേഷങ്ങൾ. അപ്പോൾ രാത്രി ഇപ്പോൾ 10 മണിയായി, നമ്മൾ വീടെത്തി. ഇപ്പോൾ എത്തിയുള്ളൂ. വല്ലാതെ ടയേർഡായി. ഇനിയിപ്പോൾ എന്താ, ഒന്ന് മേല് കഴുകുക, ഡ്രസ്സ് മാറ്റുക, മേല് കഴുകുക, കിടന്നുറങ്ങുക, ഇതന്നെയുള്ളൂ പരിപാടികൾ. വേറെ ഒന്നുമില്ല. അച്ചൂട്ടി കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അച്ചൂസിനെ കാണിക്കാതിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. യാത്രയ്ക്ക് സുഖമായിരുന്നു, സൂപ്പറായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം എന്നാൽ വേറെ വിശേഷങ്ങളുമായി പിന്നൊരു വീഡിയോ കാണാം. ബൈ ബൈ.